വെൽക്കം ബാക്ക് എവ്രി വൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോമെട്രിയിലെ DPP11 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ RMO 2019 ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ABC be a triangle with circumcircle OM and G be the centroid of triangle ABC. Extend AG, BG and CG to meet the circle OM again in A1, B1 and C1 respectively. Suppose angle BAC equal to angle A1 B1 C1 and angle ABC equal to angle A1 C1 B1 and angle ACB equal to angle B1 A1 C1. Prove that ABC and A1 B1 C1 are equilateral triangles. അതായത് ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ സൈഡ്സ് അല്ല, അതിൻ്റെ മീഡിയൻസ് സെൻട്രോയിഡ് G തന്നിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സർക്കം സർക്കിൾ ഉണ്ട് ABCക്ക്. പിന്നെ ഈ മീഡിയൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ സർക്കം സർക്കിളിൽ മീറ്റ് ചെയ്യിക്കുന്ന പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സും ഇന്റർസെക്ട് ചെയ്യുന്ന ട്രയാങ്കിൾ ഉണ്ടാവും. ആ സർക്കം സർക്കിളിൽ വേറൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളും ഈ ഒറിജിനൽ ട്രയാങ്കിളും തമ്മിലുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഇക്വലേറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം സർക്കിൾ വരക്കാം. അപ്പോൾ ഇതാണ് സർക്കിൾ. ഇനി ഒരു ട്രയാങ്കിൾ വരക്കണം. ഇത് ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിൾ. അതിൻ്റെ സർക്കം സർക്കിളും വരച്ചിട്ടുണ്ട്. ഇതാണ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC ആണിത്. ഇതിൽ സർക്കിളിൻ്റെ കളർ മാറ്റാം. ഓക്കെ, ട്രയാങ്കിൾ ABC ആണിത്. ട്രയാങ്കിൾ ABCയും അതിൻ്റെ സർക്കം സർക്കിളും ആണ് വരച്ചിട്ടുള്ളത്. ഇനി ഇതാണ് ഇതിൻ്റെ മീഡിയൻ ആവശ്യമുണ്ട്. അങ്ങനെ മീഡിയൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് A1, ഇത് B1, Bയും Cയും Gയും എക്സ്റ്റെൻഡ് ചെയ്താൽ ഇത് C1 ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തു. A1 B1 C1 ജോയിൻ ചെയ്തു. ഇനി കുറെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ആംഗിൾസ് ഈക്വൽ? ആംഗിൾ BAC ഈക്വൽ ടു A1 B1 C1. അതായത് ബിന്റെ അവിടെയുള്ള ആംഗിൾ കറസ്പോണ്ടിങ് B1ന്റെ അവിടെയുള്ള ആംഗിൾ, എന്റെ അവിടെയുള്ള ആംഗിൾ BAC ഈക്വൽ ടു A1 B1 C1. BAC ഏതാണ്? BAC ഇത്. ഈ ആംഗിൾ ഇസ് ഈക്വൽ ടു A1 B1 C1 ഇത്. ഓക്കെ, ഇനി അടുത്ത ആംഗിൾ ABC C1. ABC അല്ലേ ഇപ്പൊ മാർക്ക് ചെയ്ത്? BAC. ഓക്കെ, BAC ആയിരുന്നു ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. BAC ഇതാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. BAC ഇതാണ്. ആ BAC A1 B1 C1 ഇതിന് ഈക്വൽ ആണ്. BAC അതിന് ഈക്വൽ ആണ്. ഇനി അടുത്തത് ABC C1ന്, ബിയും C1ഉം. അപ്പോൾ ഇത് ABC, അതിന് 2 മാർക്ക് ചെയ്യുന്നു. C1 ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി മറ്റേത് രണ്ടും ഈക്വൽ ആണ്. ഇത് 3 റിങ് വരച്ചു. അപ്പോൾ ഈ 3 ആംഗിൾസ് ആണ് ഈക്വൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 ആംഗിൾസും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറെ ആർക്കുകളും അത് സബ്റ്റെൻഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന കുറച്ച് ആംഗിൾസും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആംഗിളിനെ ഞാൻ ആൽഫ എന്നെടുത്താൽ, ഈ ആംഗിൾ ഇതിന് ആൽഫ എന്നെടുത്താൽ, അതായത് ഈ ആംഗിളിനെ ആൽഫ എന്നെടുത്താൽ അത് ആൽഫയാണെന്നുണ്ടെങ്കിൽ അത് BA1 എന്ന് പറഞ്ഞ ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ്. ആ ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന വേറെ ഒരു ആംഗിളും കൂടി ഉണ്ട്. ഏതാണ് ആംഗിൾ? ഈ ആംഗിൾ. അപ്പൊ അതും ആൽഫയാണ്. അതും ഓപ്പോസിറ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ. ആ 2 ആംഗിൾസും ഈക്വൽ ആവണ്ടേ? ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസ് അല്ലേ? അപ്പൊ അതും ആൽഫയാണ്. ഇനി ഈ ആംഗിൾ ബീറ്റ എന്നെടുത്താൽ, ഈ ചെറിയ ആംഗിൾ ബീറ്റ എന്നെടുത്താൽ അത് ബീറ്റ എന്നെടുത്താൽ അപ്പൊ അത് ഏത് ആർക്കിന്റെ ആംഗിൾ ആണ്? CA1ന്റെ ആംഗിൾ ആണ്. CA1ന് വേറെ ആംഗിൾ ഉണ്ട്. CA1 ഇവിടെ, ഇതും ബീറ്റയാവും. ഓക്കെ, അപ്പൊ അത് ബീറ്റയാവും. ഇനി അതേപോലെ CA1ന്റെ അത് ബീറ്റയായി. ഇനി
ഇനി വേറെ ആംഗിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആംഗിൾ, ഓക്കെ, ഇത് ആൽഫയും ഇത് ബീറ്റയും ആണല്ലോ. ആ ബ്ലൂ ടോട്ടൽ ആംഗിൾ A1 ആംഗിൾ B1 ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പൊ ഇതും ബീറ്റ അല്ലേ? കാരണം ആ രണ്ട് ആംഗിൾസും A ആംഗിളും B1 ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ അതിൽ ഹാഫ് ആംഗിൾസ് ആൽഫ ബീറ്റ ആണെങ്കിൽ മറ്റേതും ആൽഫ ബീറ്റ, ഒന്ന് ആൽഫ ആണ് അപ്പൊ മറ്റേത് ബീറ്റ ആണ്. ഇനി അതേപോലെ ഇതിനെ നമ്മൾ ഒരു ഡെൽറ്റ എന്ന് എടുത്തു. അതൊരു ഡെൽറ്റ ആണെന്ന് വിചാരിക്കുക. അത് ഏത് ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ്? CB1 സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ്. CB1 സബ്റ്റൻഡ് ചെയ്യുന്ന വേറൊരു ആംഗിൾ ഇതുണ്ട്, ഇതും ഡെൽറ്റ ആയിരിക്കും. അത് CB1 സബ്റ്റൻഡ് ചെയ്യുന്ന വേറെ ആംഗിൾ ആണ്, ഇതും ഡെൽറ്റ ആയിരിക്കും. പിന്നെ ഈ രണ്ട് C1 ആംഗിളും B ആംഗിളും ഈക്വൽ ആണ്. ഇത് ബീറ്റ പ്ലസ് ഡെൽറ്റ ആണ്. ഇത് ബീറ്റ പ്ലസ് ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും ബീറ്റ പ്ലസ് ഡെൽറ്റ ആയിരിക്കണം. അപ്പൊ ഇത് ബീറ്റ, അപ്പൊ ഈ ആംഗിളും ബീറ്റ ആണെന്ന് കിട്ടി. ആ ആംഗിൾ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ ആ ആംഗിള് AB1 എന്നുള്ള ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ്. ആ ആർക്ക് വേറെ സബ്റ്റൻഡ് ചെയ്യുന്ന ഒരു ആംഗിൾ ഇവിടെ ഉണ്ട്, അതും ബീറ്റ ആയിരിക്കണം. അപ്പോ ഓക്കെ, അത് ബീറ്റയാണ്. ഇനി അത് ബീറ്റയാണ്. ഇനി വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ വേറെ ഇപ്പൊ ഏത് ആംഗിൾ ഉള്ളത്? ഇനിയിപ്പോ നമുക്ക് 3 ആംഗിൾസ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ഈ ആംഗിള് ഗാമയാക്കി എടുത്താൽ, ഈ ആംഗിൾ ഗാമയാണെന്ന് വിചാരിക്കുക. അത് ഏത് ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാ? AC1 സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ്. AC1 സബ്റ്റൻഡ് ചെയ്യുന്ന വേറൊരു ആംഗിൾ ഇവിടെ ഉണ്ട്, അപ്പൊ അതും ഗാമയായിരിക്കണം. പിന്നെ ഈ A1 C ആംഗിൾ സെയിം ആണ്. അപ്പൊ A1 ആംഗിൾ ബീറ്റ പ്ലസ് ഗാമയാണെന്നുണ്ടെങ്കിൽ ഇതും ബീറ്റ പ്ലസ് ഗാമയായിരിക്കണം, ഇത് ബീറ്റ. അപ്പൊ നമുക്ക് ആ എല്ലാ ആംഗിൾസും കിട്ടി. എല്ലാ ആംഗിൾസും ഇപ്പൊ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ 4 ആംഗിൾസിന്റെ ടേമിൽ കുറെ ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈക്വൽ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പോയിന്റ്സ്? ഇവിടെ മീറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതിനെ ഞാൻ F എന്ന് എടുത്തു. അതേപോലെ ഇവിടെ ഈ പോയിന്റിനെ D എന്ന് എടുത്തു, ഇവിടെ ഈ പോയിന്റിനെ E എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ ആ പോയിന്റിനെ D എന്ന് എടുത്തു. ഇനി നമ്മൾ ഇവിടെ ട്രയാങ്കിൾസിലെ സർക്കംസർക്കിളിലെ 2 തിയറംസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ടാൻജന്റിന് 2 തിയറംസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോ ട്രയാങ്കിൾ BCG കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്തതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ഏത് ആംഗിൾ ആയിരുന്നു? ലെറ്റ് ആംഗിൾ ആദ്യം മാർക്ക് ചെയ്തത് BA1 ആയിരുന്നു. ലെറ്റ് ആംഗിൾ BA1 ഈസ് ഈക്വൽ ടു ആൽഫ. ആൻഡ് ഡിഫൈൻ ചെയ്ത വേറെ ഒരു ആംഗിള്, പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തത് A1, പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തത് മറ്റേ ബീറ്റ, A1AC ഈക്വൽ ടു ബീറ്റ. ഓക്കെ, അത് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ് ആൽഫ ബീറ്റ. അപ്പൊ ആ ഡിഫൈൻ ചെയ്ത് എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ആംഗിൾസ് കിട്ടി. ഏതൊക്കെയാണ് കിട്ടിയത്? ദെൻ ആംഗിൾ BB1A1 ഈസ് ഈക്വൽ ടു ആൽഫ. പിന്നെ യൂസിങ് ദി ആംഗിൾസ് അറ്റ് A and B1 ആർ സെയിം, we get angle BB1C1 is equal to beta. ഇനി അതേപോലെ വേറെ കുറെ ആംഗിൾസ് ഈക്വൽ ആയി. ആ ഈക്വൽ ആയതെല്ലാം എഴുതി വെക്കണം. ദെൻ ആംഗിൾ C1CB ഈക്വൽ ടു ബീറ്റ. പിന്നെ ഇഫ് ആംഗിൾ ACC1 ഈക്വൽ ടു ആൽഫ, ACC1 ആൽഫ ആണെങ്കിൽ ACC1 ഈക്വൽ ടു ഗാമ. മൂന്നാമത് ഡിഫൈൻ ചെയ്ത് ഗാമയാണ്. അങ്ങനെ ഗാമ ഡിഫൈൻ ചെയ്തെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് വേറെ ഒരു ആംഗിൾ ഗാമ കിട്ടിയല്ലോ. A1C1 ഈക്വൽ ടു ഗാമ. Therefore ആംഗിൾ AA1B1 ഈക്വൽ ടു ബീറ്റ. പിന്നെ സിമിലർലി പിന്നെ ബാക്കിയുള്ള ആംഗിൾസ് വി ഗെറ്റ് എല്ലാ ആംഗിൾസിന്റെ കാര്യം എഴുതി വെക്കുകയാണ്. B1BA ഈക്വൽ ടു ആംഗിൾ A1C1C ഈക്വൽ ടു ബീറ്റ.
ആൻഡ് ആംഗിൾ B1B ഏതാണ് ഡെൽറ്റ ഡിഫൈൻ ചെയ്ത ആംഗിൾ B1BC ഈക്വൽ ടു ആംഗിൾ B1C1C ഈക്വൽ ടു ഡെൽറ്റ, അതും ഡിഫൈൻ ചെയ്തു. അങ്ങനെ എല്ലാ ആംഗിൾസും ഇപ്പം നമ്മൾ ആംഗിൾസ് ആയതൊക്കെ നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന എഴുതി വെക്കാൻ വേണം. അപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇനി നമുക്ക് ഇതേ ഫിഗറിൽ ഈ ഫിഗർ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. ഇനി ഈ ഫിഗറിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഒബ്സർവേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതായത് ഇവിടെ പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ മീറ്റിംഗ് പോയിന്റ്സ് FDE മാർക്ക് ചെയ്തു. ഇനി ആംഗിൾ FBG, ആംഗിൾ FBG ബീറ്റ, ആംഗിൾ FBG ബീറ്റയാണ്. ആംഗിൾ FBG ഏതിന് ഈക്വലാണ്? ആംഗിൾ GCBക്ക് ഈക്വലാണ്, അല്ലെങ്കിൽ ആംഗിൾ BCG ഈക്വൽ ടു ബീറ്റ. We have angle FBG equal to angle BCG equal to beta. ആ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. It follows that FB is tangent to, it follows that FB is tangent to triangle BGC. അതിനർത്ഥം ട്രയാങ്കിൾ BGCക്ക് ടാൻജന്റ് ആണ് FB. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ബൈ ട്രയാങ്കിൾ BGC ബൈ ഏത് തിയറം? ടാൻജന്റ് കോഡ് തിയറം. ബൈ ടാൻജന്റ് കോഡ് തിയറം. ടാൻജന്റ് കോഡ് തിയറം പ്രകാരം ഒരു ടാൻജന്റ് ഒരു കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റ്, ടാൻജന്റ് അല്ല, ഒരു ലൈൻ സെഗ്മെന്റ് ഒരു സർക്കിളിൽ ഒരു കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ടു ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റ് ഈ സർക്കിളിന് എന്തായിരിക്കും? ഈ സർക്കിളിന് ടാൻജന്റ് ആയിരിക്കും എന്നാണ് ടാൻജന്റ് കോഡ് തിയറം പറയുന്നത്. ടാൻജന്റ് കോഡ് തിയറം ഒന്ന് മെൻഷൻ ചെയ്യാം. എന്താണ് ടാൻജന്റ് കോഡ് തിയറം? ഇഫ് എ ലൈൻ സെഗ്മെന്റ്, അല്ലെങ്കിൽ അതായത് ഇഫ് എ ലൈൻ സെഗ്മെന്റ് എന്ന് പറയണ്ട, അതായത് ഇങ്ങനെയാണെങ്കിൽ അത് ടാൻജന്റ് ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ടാൻജന്റ് അങ്ങനത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ എഴുതാൻ പോവാണ്. ഇഫ് എ ടാൻജന്റ് സെഗ്മെന്റ് അല്ല അതിൽ പറയുന്ന ഇതാണ്, ദ ആംഗിൾ ബിറ്റ്വീൻ a tangent and a chord at the point of tangency, at the point of chord of contact, at the point of contact is equal to the angle in the alternate segment of the circle. അതായത് ഒരു സർക്കിൾ ഉണ്ട്, അതിനൊരു കോഡാണിത്. ഇവിടെ ഒരു ടാൻജന്റ്, അതിനൊരു കോഡാണിത്. ഇനി ഒരു ടാൻജന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ടാൻജന്റ് ഈ കോഡുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ, ഇതൊരു കോഡാണ്. അതിൽ നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു, ABC. ഇതാണ് ടാൻജന്റ്. ഈ ടാൻജന്റ് കോഡുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സെഗ്മെന്റിലുള്ള ആംഗിളും എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലുള്ള ആംഗിളും അത് ഈക്വൽ ടു ആൽഫ ആയിരിക്കും, ഒരേ ആംഗിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരേ ആംഗിൾ ആണെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റ് ടാൻജന്റ് ആണെന്ന് പറയാം. ഇങ്ങനെ ഒരേ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ സെഗ്മെന്റ് ടാൻജന്റ് ആണെന്ന് പറയാം. അപ്പൊ ആ കേസാണ് ഇവിടെ ട്രയാങ്കിൾ BGCയിലുള്ളത്, അല്ലെങ്കിൽ ട്രയാങ്കിൾ BCGയിലുള്ളത്. ഇതാണ് ആ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് ആ ട്രയാങ്കിൾ.
ആ ട്രയാങ്കിൾ നോക്കൂ, FBG ആ FBG ആണ്. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ സർക്കിൾ കൺസിഡർ ചെയ്താൽ, ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്താൽ, ഇവിടെ ട്രയാങ്കിൾ BGCയുടെ സർക്കം സർക്കിൾ കൺസിഡർ ചെയ്താൽ ഈ ടാൻജന്റ് FB എന്ന് പറഞ്ഞ ടാൻജന്റ് ആ കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയാണ്. ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലുള്ള ആംഗിളും ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ FB എന്താണ്? FB ഇതിന് ടാൻജന്റ് ആണ്. ഓക്കെ, FB ടാൻജന്റ് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഉപയോഗിക്കാൻ പോകുന്നത് ബൈ ടാൻജന്റ് സീക്കന്റ് തിയറം. ബൈ ടാൻജന്റ് സീക്കന്റ് തിയറം. എന്താണ് ടാൻജന്റ് സീക്കന്റ് തിയറം? ടാൻജന്റ് സീക്കന്റ് തിയറം പറയുന്നത് ടാൻജന്റ് സീക്കന്റ് തിയറം അറിയുന്നുണ്ടാവും. ഒരു സർക്കിൾ, അതിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നൊരു ടാൻജന്റ് വരച്ചു, അതിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നൊരു ടാൻജന്റ് വരച്ചു, ഒരു സീക്കന്റും വരച്ചു. അങ്ങനെയാണെങ്കിൽ PA² is equal to PB into PC. Length of the tangent whole square is equal to length of the secant into length of the external segment ആണ്. ലെങ്ത് ഓഫ് ദി എക്സ്റ്റേണൽ സെഗ്മെന്റ്. ഇതാണ് ടാൻജന്റ് സീക്കന്റ് തിയറം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ടാൻജന്റ് സീക്കന്റ് തിയറം ഉപയോഗിച്ചാൽ FB is equal to F into B. ടാൻജന്റ് FB is equal to അവിടുത്തെ രണ്ട് സീക്കന്റ് ഏതാണ്? ഞാൻ ആ ട്രയാങ്കിൾ മാത്രം മാറ്റി വരക്കുന്നു. ഇതാണ് ആ ട്രയാങ്കിൾ, ഇതാണ് അതിന് ചുറ്റുമുള്ള സർക്കം സർക്കിൾ, ഇതാണ് നമ്മുടെ ടാൻജന്റ്. ഇതാണ് നമ്മുടെ സർക്കം സർക്കിൾ. ഇത് ട്രയാങ്കിൾ BGC ആണ്. ഇതാണ് നമ്മുടെ ടാൻജന്റ്. ഈ ടാൻജന്റ് ഉണ്ടാക്കിയ ഈ ആംഗിൾ ബീറ്റയാണ്. ആ ആംഗിൾ ഈ ബീറ്റക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നിന്നാണ് എക്സ്റ്റേണൽ പോയിന്റ് ടാൻജന്റ് വരച്ചത് F. ഇവിടെ നിന്ന് ഇങ്ങനെ FGC ഇത് ഒരേ ലൈനിലാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റും. എന്ത് എഴുതാൻ പറ്റും? ബൈ ടാൻജന്റ് സീക്കന്റ് തിയറം FB² is equal to FG into FC. FB² is equal to FG into FC എന്ന് എഴുതാൻ പറ്റും. ഇനി FB equal to FA ആണ്. ഓൾസോ FB equal to FA. എങ്ങനെ FB equal to FA ആയി? കാരണം സിയിൽ നിന്നുള്ള മീഡിയൻ ആണ് എന്ത്? സിയിൽ നിന്നുള്ള മീഡിയൻ AB എന്ന് പറഞ്ഞ സൈഡിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് F. അതിപ്പോ ആ സെന്റർ ആണ്, ആ സൈഡിന്റെ സെന്റർ ആണ്. സോ FB equal to FA ആണ്. സോ FA² is equal to FG into FC. FA² equal to FG into FC ആയി. FA² is equal to FG into FC. FA² is equal to FG into FC. അപ്പോൾ FA² equal to FG into FC കിട്ടിയാൽ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് FA² equal to FG into FC. അപ്പോൾ ട്രയാങ്കിൾ AGC നോക്കൂ. ട്രയാങ്കിൾ AGC നോക്കൂ. ട്രയാങ്കിൾ AGC പുറത്തൊരു FG into FC ഈക്വൽ ആണെന്ന് കിട്ടി. FG into FC ഈക്വൽ ടു FA² ആണെന്ന് കിട്ടിയാൽ ട്രയാങ്കിൾ AGCയിലൂടെ ഒരു സർക്കം സർക്കിൾ ഉണ്ടെങ്കിൽ എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടുള്ള Fൽ നിന്ന് ടാൻജന്റ് വരച്ചു, അതാണ് FA. അത് FG into FC എന്നല്ല ഇപ്പൊ കിട്ടിയത്. FA² is equal to FG into FC എന്നല്ല ഇപ്പൊ കിട്ടിയത്. സോ FA is a tangent. So FA is a tangent to the circumcircle of FA is a tangent to the circumcircle of triangle AGC. ട്രയാങ്കിൾ AGCന്റെ ടാൻജന്റ് ആണ് FA. അങ്ങനെ FA ടാൻജന്റ് ആണെന്നുണ്ടെങ്കിൽ FA എന്ന് പറഞ്ഞ ടാൻജന്റ് ഈ AC എന്ന് പറഞ്ഞ കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിൾ എന്തിന് ഈക്വൽ ആവണം? ഇവിടത്തെ ആംഗിളിന് ഈക്വൽ ആവണം. ആ രണ്ട് ആംഗിളും ഈക്വൽ ആവും. ആ രണ്ട് ആംഗിൾ ഇവിടെ ഏതൊക്കെയാണ്? ഇവിടെ ആ ആംഗിൾ ആൽഫ, അപ്പുറത്തെ ആ ആംഗിൾ ഗാമ. That means which implies angle FA ഇതിങ്ങനെ ടാൻജന്റ് ആയാൽ ആംഗിൾ FAG should be equal to angle FAG should be equal to angle FAG should be equal to ഏത് ആംഗിളിന് ഈക്വൽ ആയിരിക്കണം? ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ ആംഗിൾ GCA. ആംഗിൾ FAB ഏതാണ്? ആംഗിൾ FAB is equal to ആംഗിൾ FAG ഈക്വൽ ടു ആൽഫയാണ്. ആംഗിൾ GCA is equal to ആംഗിൾ GCA ഈക്വൽ ടു ഗാമ, വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു ഗാമ. അങ്ങനെ നമുക്ക് ആൽഫ ഈക്വൽ ടു ഗാമ കിട്ടി. ഇപ്പൊ നമ്മൾ Fലാണ് ചെയ്തത്. ഇപ്പൊ നമ്മൾ Fൽ ചെയ്തിട്ടാണ്, F എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി ഇഫ് വി ക്യാരി ഔട്ട് ദ സെയിം പ്രോസസ്,
ഇതേപോലെ നമ്മൾ ഡി റെഫറൻസ് ആക്കി എടുത്താൽ ടേക്കിംഗ് ഡി ആസ് റെഫറൻസ് ആൻഡ് യൂസ് ടാൻജന്റ് കോഡ് തിയറം ആൻഡ് ടാൻജന്റ് സീക്കന്റ് തിയറം, ഇതേപോലെ നമ്മൾ ഡിയിലോ അല്ലെങ്കിൽ ഇയിലോ ചെയ്താൽ നമുക്ക് എന്താ വി ഗെറ്റ് ഇതേപോലെ നമ്മൾ ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ആൽഫ ഈക്വൽ ടു ഡെൽറ്റ. ഇതേപോലെ ചെയ്താൽ ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. എവിടെ ഡിയിലോ ഇയിലോ ചെയ്താൽ ആൽഫ ഈക്വൽ ടു, ഇയിൽ ചെയ്താൽ അതല്ല വേറെ എന്തുവാണ് കിട്ടുക, ഡിയിൽ ചെയ്താൽ ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൗ ഇൻ ട്രയാങ്കിൾ എ ബി സി, അപ്പൊ നൗ ഇൻ ട്രയാങ്കിൾ എ ബി സി angle A is equal to alpha plus beta. Angle B is equal to beta plus delta equal to beta plus alpha. കാരണം delta equal to alpha ആണ്. Angle C is equal to beta plus gamma. Beta plus gamma is equal to beta plus alpha. അതും കാരണം gamma equal to alpha ആണല്ലോ. So all the angles are equal. All the angles are equal and the triangle is equilateral. And the triangle ABC is equilateral. Triangle ABC equilateral ആണ്, which implies triangle A1 B1 C1 with the same angles. Triangle A1 B1 C1 നും same angles ആണ്, with the same angles is also equilateral. മറ്റേ ട്രയാങ്കിളിനും ഇതേ ആംഗിൾസ് തന്നെയാണ്, അതും ഇക്വലേറ്ററൽ ആണ്. നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഉപയോഗിച്ചു. ടാൻജന്റ് കോഡ് തിയറും ടാൻജന്റ് സീക്കന്റ് തിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കം സർക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ രണ്ട് തിയറംസ്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ പ്രൂഫ്. താങ്ക് യു.